ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത ചോദ്യത്തിനൊപ്പം ഒരു കാര്യം കൂടെ അവർ പറയുന്ന അവർക്ക് ആർക്കും വിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. വിപ്പ് കിട്ടിയിരുന്നോ? എനിക്ക് വിപ്പ് കിട്ടിയിരുന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിലും അയച്ച് കിട്ടിയിരുന്നു. പേപ്പർ മെറ്റീരിയലായിട്ടും കിട്ടിയിരുന്നു. ആ വിപ്പിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഡി സി സി പ്രസിഡന്റ് നാട്ടം സുരേഷ് MLA തന്ന വിപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഞാനും പ്രിയയും അതിനനുസരിച്ച് നിന്നു. മറ്റുള്ളവർ ആ വിപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു തൊടി ന്യായം പറഞ്ഞ് വീടുകളിൽ നിന്ന് മാറി നിന്നൊക്കെയാണ് അവരത് ഒഴിവായെന്ന് പറയുന്നു. പക്ഷേ ആ വിപ്പ് ഏത് രീതിയിലാണോ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ DCC യിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ. കാരണം നേതൃത്വം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലേക്ക് അത് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്. അതിന്റെ അകത്ത് തന്നെ ഞങ്ങൾ അല്ല, അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു. പലരും അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത് ഒപ്പിടും. പക്ഷേ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുകൊണ്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCC യിലേക്കോ മുകളിലുള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക. അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതായത് അങ്ങനെ ഒരു തീരുമാനം എടുത്തു, പാർട്ടി വിപ്പ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ഈ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ. അത് UDF തീരുമാനമാണത്. ഇത് UDF ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാണ്ട് ഞാനെന്നൊരു വ്യക്തിയോ കോൺഗ്രസിന്റെ ഒരാളോ മാത്രമല്ല, UDF ആണ് ഇവിടെ. നേതൃത്വത്തോട് പറഞ്ഞില്ല. കാരണം ഇത് UDF ഒന്നിച്ച് നിൽക്കുന്നത്. കാരണം വിപ്പിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങള്. പാലായിൽ പുളിക്കക്കണ്ടം കുടുംബ ആണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഭരണത്തിൽ നിന്ന് മാറിയ ശേഷം ഇനിയും ഒരു കൗൺസിലറായി തുടരും. ഇതുവരെ നിയമവിരുദ്ധമായതൊന്നും ചെയ്തിട്ടില്ല, വഴിവിട്ടതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ദിയ പുളിക്കക്കണ്ടം